നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ നാളെ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി വിധി പറയാൻ 28ലേക്ക് മാറ്റുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, കളക്ടർ അരുൺ, K വിജയൻ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷനുകളും CCTV ദൃശ്യങ്ങളും സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചിരുന്നു. പ്രശാന്തിന്റെ ഭാഗം കേൾക്കാൻ നോട്ടീസ് അയച്ചുവെങ്കിലും ഹാജരായിരുന്നില്ല. അതിനിടെ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. മൊഴികൾക്കപ്പുറം തെളിവ് ഹാജരാക്കാൻ പരാതിക്കാരനായ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റേതാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം മേലധികാരികൾക്ക് കൈമാറും. എന്നാൽ പ്രശാന്ത് സ്വർണ്ണപ്പണയം വച്ചതു മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതുവരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ടെന്ന സൂചന റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പ്രശാന്ത് ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്തുണ്ടായി എന്നതിന് തെളിവില്ല. ഒക്ടോബർ 5-ന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് വിജിലൻസിന് കൈമാറി. 6-ന് പ്രശാന്തും നവീനും 4 തവണ ഫോണിൽ സംസാരിച്ചു. ഇതിനൊടുവിൽ പ്രശാന്ത് നവീനുമായി കൂടിക്കാഴ്ച നടത്തി. ഒക്ടോബർ 8-ന് പെട്രോൾ പമ്പിന് NOC ലഭിച്ചു. കൈക്കൂലി കൊടുത്ത കാര്യം 10-ന് പ്രശാന്തിന്റെ ബന്ധു കണ്ണൂർ വിജിലൻസ് DYSP അറിയിച്ചു. ഒക്ടോബർ 14-ന് വിജിലൻസ് CI പ്രശാന്തിന്റെ മൊഴിയെടുത്ത് അന്നു തന്നെ DYSPക്ക് റിപ്പോർട്ട് നൽകി. അന്ന് വൈകിട്ടായിരുന്നു നവീന്റെ യാത്രയയപ്പ് യോഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയുടെ വിവാദ പ്രസംഗവും. പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അനുമതി വൈകിപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. നവീൻ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. പെട്രോൾ പമ്പിന് നവീൻ അനുമതി വൈകിപ്പിച്ചെന്ന ആരോപണത്തിന് അടക്കം തെളിവില്ലെന്നും കണ്ടെത്തിയിരുന്നു. അന്തിമ റിപ്പോർട്ടിന് 6 മാസം വരെ സമയം നൽകിയിട്ടുണ്ട്. കൂടുതൽ മൊഴികൾ ആവശ്യമെങ്കിൽ ഇതിനിടയിൽ രേഖപ്പെടുത്തും. TV പ്രശാന്ത്, PP ദിവ്യ പ്രശാന്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ കണ്ണൂർ മുൻ മേയർ PO മോഹനൻ, മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് TN ഖാദർ തുടങ്ങിയവരടക്കം മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ADM നവീൻ ബാബു വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ആളായിരുന്നുവെന്നാണ് പൊതുവെ റവന്യൂ വൃത്തങ്ങളിലെ ധാരണ. ആ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ TV പ്രശാന്ത് ADM 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയും ഈ ആരോപണം ഏറ്റുപിടിച്ചാണ് യാത്രയപ്പ് യോഗത്തിനെത്തി നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിച്ചതും. എന്നാൽ ഇത് വ്യാജ കഥയാണെന്നാണ് ADMന്റെ കുടുംബം വാദിക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് വന്നതോടുകൂടി TV പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.